നമസ്കാരം. 2023 സിനിമാ മേഖലയ്ക്കുള്ള ദേശീയ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഏതെങ്കിലുമൊക്കെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ അവാർഡുകളൊക്കെ കൊടുത്തിരിക്കുന്നതെന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അവാർഡ് ദാനം. തികച്ചും രാഷ്ട്രീയവും സ്വജനപക്ഷപാതപരവുമായ ഒരു അവാർഡ് പ്രഖ്യാപനമായി ഇതിനെ തോന്നിപ്പോകും. ഇതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അർഹതയുള്ളവർക്ക് ലഭിച്ചതുമില്ല, അർഹതയില്ലാത്തവർക്ക് വാരിക്കോരി കൊടുത്തിട്ടുമുണ്ട്. ഇതിൽ മികച്ച നടന്മാർക്കുള്ള അവാർഡ് ലഭിച്ചവരുടെ കാര്യം തന്നെ എടുക്കാം. ഷാരൂഖ് ഖാനും വിക്രാന്ത് മാസിയുമാണ് മികച്ച നടന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്തടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഈ അവാർഡ് നൽകിയതെന്നറിയില്ല. തികച്ചും ഒരു അഭിനയ സാധ്യതയുമില്ലാത്ത ഒരു കൊമേഴ്ഷ്യൽ സിനിമയായ ജവാനിലെ അഭിനയത്തിനാണ് ഷാരൂഖ് ഖാന് അത് ലഭിച്ചത്. അതുപോലെ തന്നെ 12th ഫെയിൽഡ് എന്ന സിനിമയിലെ അഭിനയത്തിന് ഒരു നോർമൽ സിനിമയായ ആ സിനിമയ്ക്കാണ് വിക്രാന്ത് മാസിക്ക് അവാർഡ് നൽകിയത്. ഇതിൽ ഏറ്റവും വലിയ കോമഡിയായി തോന്നിയത് മികച്ച സംവിധായകനുള്ള അവാർഡ് ദ കേരള സ്റ്റോറി എന്ന വിവാദമായ സിനിമ ചെയ്ത സുദീപ് തോസെന്നിനാണ് ലഭിച്ചത്. കേരള സ്റ്റോറിയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ വിവാദമായ ഒരു സിനിമയാണ്. തികച്ചും വ്യാജമായ കഥകൾ ഉണ്ടാക്കി ഒരു സമുദായത്തെ മുൾമുനയിൽ നിർത്തി ആരെയോ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സിനിമ. കേരളത്തിൽ നിന്ന് 33,000-ഓളം ഹിന്ദു ക്രിസ്ത്യൻ സ്ത്രീകളെ കടത്തിക്കൊണ്ടുപോയി അവരെ മതം മാറ്റി തീവ്രവാദികൾക്ക് വേണ്ടി വിടുപണി ചെയ്യിക്കുന്നു എന്ന രീതിയിൽ തികച്ചും അടിസ്ഥാനരഹിതമായുള്ള കഥയാണ് ഈ കേരള സ്റ്റോറി. അതൊരു മുസ്ലിം സമുദായത്തെ മാത്രമല്ല, നമ്മുടെ കേരള സംസ്ഥാനത്തെ പോലും അപമാനിക്കുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ടാണ് കേരള സ്റ്റോറിയെ അവാർഡിന് പരിഗണിച്ച ജൂറിയെ വിമർശിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമൊക്കെ രംഗത്തെത്തിയത്. ഇത് കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് അവർ പ്രസ്താവിച്ചു. ഇതിനിടയിൽ മികച്ച സഹനടനുള്ള അവാർഡ് വിജയരാഘവനും സഹനടിക്കുള്ള അവാർഡ് ഉർവശിയും കരസ്ഥമാക്കി. അവർക്ക് അഭിനന്ദനങ്ങൾ. മികച്ച കലാകാരന്മാരെ കണ്ടെത്താനും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും സമൂഹത്തിനും നാടിനും നന്മ ചെയ്യുന്ന കലാമൂല്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള അവാർഡുകൾ നൽകപ്പെടുന്നത്. അതിൽ രാഷ്ട്രീയവും ജാതിയും മതവും ഒക്കെ കലർത്തി ഇങ്ങനെയുള്ള കോമാളിത്തരം കാണിക്കാതെ അത് സുതാര്യമായി നടത്താൻ ശ്രമിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.